മീരയുടെ മനസ്സ് നീറിപ്പുകയുകയാണ്. രുദ്രൻ്റെ ഓരോ സ്പർശനവും അവളിൽ കടുത്ത അമർഷമാണ് ഉണ്ടാക്കിയത്. കാരണം അവൻ അറിയാമായിരുന്നിട്ടും തന്നെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ തൻ്റെ ചേച്ചി ഹിരണ്യയുടെ ഓർമ്മകൾ മാത്രമാണ്. ആ തിരിച്ചറിവാണ് അവളെ അവനിൽ ദേഷ്യമാക്കി മാറ്റുന്നത്. പെട്ടെന്ന് തന്നെ മീര കണ്ണു തുറന്നു. തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. സോറി മീര, ഞാൻ അറിയാതെ. ഇന്നലെ രാത്രി നിനക്ക് നല്ല പനിയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത്. രുദ്രൻ തൻ്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചു. അവൻ അവളുടെ നെറ്റിൽ തൊടാനായി കൈ ഉയർത്തിയതും അവൾ പെട്ടെന്ന് പിറകിലേക്ക് നീങ്ങി. എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ, അവൾ പതുക്കെ മറുപടി പറഞ്ഞു. അവളുടെ കണ്ണുകൾ ചുമരിലെ ക്ലോക്കിലേക്ക് പാഞ്ഞു. സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും വഴക്ക് കേൾക്കേണ്ടി വരുമോ, ദേഷ്യം കാണിക്കുമോ എന്നൊരു പേടി അവളുടെ മനസ്സിലുണ്ട്. അവൾ താഴെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ താഴെ വീണപ്പോൾ മുറിവേറ്റ കയ്യിൽ വേദനയുണ്ടായിരുന്നു. നീ എങ്ങോട്ടാ ഈ എണീറ്റ് പോകുന്നത്? രുദ്ര ദേഷ്യത്തോടെ അവളോടായി ചോദിച്ചു. ഞാൻ താഴെ കിച്ചണിലേക്ക്, അവൾ പതുക്കെ സ്വരത്തിൽ പറഞ്ഞു. രുദ്രൻ അവളുടെ കൈ പിടിച്ചു പതുക്കെ കട്ടിലിലിരുത്തി. അവളുടെ മെലിഞ്ഞ വിരലുകളിൽ അവൻ പതിയെ തലോടി. നിനക്ക് വയ്യാത്ത കൈയും വെച്ച് നീ എവിടെ പോയിട്ട് എന്ത് ചെയ്യാനാടി? മീര അവനെ തന്നെ നോക്കി. അവളുടെ കണ്ണുകൾ ദയനീയത മറിച്ച് ഉറച്ചൊരു ചോദ്യമായിരുന്നു അവനോടുള്ള. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു വേലക്കാരിയായിട്ടാണ്, എൻ്റെ ചേച്ചിയുടെ പകരക്കാരിയായിട്ടും. അപ്പോൾ നിങ്ങളുടെ ഓരോ വാക്കും അനുസരിക്കുകയല്ലേ എൻ്റെ ജോലി? അവളൊട്ടും പതറാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പരിഹാസത്തിൽ ചോദിച്ചു. സോറി മീര, എൻ്റെ ചെറിയമ്മ ചെയ്തതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. നീ ഇനി 2 ദിവസത്തേക്ക് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട. അവൻ തൻ്റെ റൂമിലേക്ക് നടന്നു. അവിടെയുള്ള വാർഡ്രോബ് തുറന്ന് തൻ്റെ ചേച്ചി ഹിരണ്യക്കായി വാങ്ങി വെച്ചിരുന്ന ഒരു ചുരിദാർ എടുത്തു. ആ സമയം മീര തൻ്റെ മുടി ഒതുക്കി വെക്കുകയായിരുന്നു. രുദ്രൻ അവളുടെ റൂമിലേക്ക് അടുത്തേക്ക് വന്നു. ഇത് ഞാൻ നിൻ്റെ ചേച്ചിക്ക് വേണ്ടി വാങ്ങി വച്ചതായിരുന്നു. ഇതൊന്ന് മാറ്റി ഫ്രഷായിട്ട് താഴേക്ക് പോയാൽ മതി. എനിക്കിതൊന്നും വേണ്ട സർ, എനിക്ക് ഇടാനുള്ള ഡ്രസ്സ് ഇവിടുത്തെ അമ്മ വാങ്ങി തന്നിട്ടുണ്ട്. അവളുടെ മറുപടി അവനെ വീണ്ടും ദേഷ്യം പിടിപ്പിച്ചു. ഞാൻ പറയുന്നത് അനുസരിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ ഇവിടെ വാശി കാണിക്കാനല്ല. നിനക്കുള്ള ഫുഡ് ശാന്തേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരും. നീ റൂമിൽ തന്നെ നിന്നാൽ മതി, പുറത്തിറങ്ങേണ്ട. രുദ്രൻ അല്പം കടുപ്പിച്ച് പറഞ്ഞു. വേണ്ട സർ, നിങ്ങൾ ചെയ്തു തന്ന എല്ലാത്തിനും നന്ദിയുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കെന്നെ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. കയറി പിടിക്കണമെങ്കിൽ പിടിക്കാം, ചുംബിക്കണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ ദേഷ്യം എൻ്റെ മേലിൽ തീർക്കാം. എല്ലാത്തിനും നിങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. അവളുടെ വാക്കുകളിൽ പുച്ഛവും പരിഹാസവും നിറഞ്ഞു. അത് കേട്ട് രുദ്രൻ ദേഷ്യം കൊണ്ട് ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് നടന്നു. കാരണം അവൾ പറഞ്ഞതൊക്കെയും അക്ഷരം പ്രതി സത്യമായിരുന്നു. മീര പതിയെ അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴേക്കും രുദ്രൻ കുളിച്ച് ഓഫീസിലേക്ക് പോകാനുള്ള വേഷത്തിൽ ഒരുങ്ങി നിന്നിരുന്നു. ജാനകി അമ്മക്ക് മരുന്നെല്ലാം കൊടുത്ത ശേഷമാണ് അവൾ നേരെ കിച്ചണിലേക്ക് വന്നത്. അവിടെ ശാന്തേച്ചി ദോശ ചുട്ടു കൊണ്ടിരിക്കുകയാണ്. ശാന്തേച്ചി, ഇനി ഞാൻ ചെയ്തോളാം, ചേച്ചി ഒന്ന് മാറി നിന്നാൽ മതി, മീര ദയനീയതയോടെ പറഞ്ഞു. അയ്യോ, കുഞ്ഞിൻ്റെ കയ്യിൽ നല്ല വേദനയില്ലേ മോളെ? അതൊന്നും വേണ്ട. അയ്യോ, അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ചേച്ചി പോയി അമ്മക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കൂ. അവളുടെ നിർബന്ധത്തിന് വാങ്ങി ശാന്തേച്ചി തവി അവളുടെ കയ്യിൽ കൊടുത്തു. ശാന്തേച്ചി ദോശക്കുള്ള ചമ്മന്തി അരക്കാൻ വേണ്ടി തേങ്ങ പൊളിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. കിച്ചണിലും ഹാളിലും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി പ്രഭ അവിടെ എത്തി. ഇന്നലെ രാത്രി വന്ന സംഭവങ്ങളുടെ പക അവളുടെ കണ്ണുകളിൽ തിളങ്ങിയിരുന്നു. ഇന്നലെ നീ എവിടെയാ കിടന്നത്? പറയടി, പ്രഭ മീരയുടെ മുടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ മീര ഭയന്ന് വിറച്ചു. നിന്നോടല്ലേ ഞാൻ ചോദിച്ചത്, അതിന് മറുപടി പറയടി. പ്രഭ അവളുടെ മുറിവേറ്റ കയ്യിൽ കയറി പിടിച്ചു. മീരക്ക് വേദന കൊണ്ട് പൊളഞ്ഞു. അപ്പോഴാണ് ആ കൈത്തണ്ടയിലേക്ക് മറ്റൊരു കൈ വന്ന് പതിച്ചത്. പ്രഭ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് രുദ്രനായിരുന്നു. അവൻ്റെ മുഖത്ത് കടുത്ത ദേഷ്യവും അപ്പോൾ നീലിച്ചിരുന്നു. ചെറിയമ്മ എന്തായി ചെയ്യുന്നത്? ഇന്നലത്തെ ഞാൻ പറഞ്ഞതല്ലേ ഇവളെ ഉപദ്രവിക്കരുതെന്ന്? രുദ്രൻ ശബ്ദമുയർത്തി. ഇന്നലെ രാത്രി അവൾ എവിടെയാണ് കിടന്നത് എന്നറിയണമെങ്കിൽ അത് എൻ്റെ കൂടെയാണ്. ചെറിയമ്മക്ക് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? രുദ്രൻ്റെ ചോദ്യം മുന്നിൽ പ്രഭ വായടച്ചു നിന്നു. ഓ, അപ്പോഴേക്കും ഇവൾ നിന്നെയും വശത്താക്കിയല്ലേ അല്ലേടി? ചേച്ചി പോയ അതേ സ്ഥാനത്തേക്ക് തന്നെ നീ ഇവളെയും സ്വീകരിച്ചോ രുദ്ര?
പ്രഭ പരിഹാസത്തോടെ ചോദിച്ചു. രുദ്രനൊന്നും മറുപടി പറയാതെ പ്രഭയെ തന്നെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും തീയായിരുന്നു. ചെറിയമ്മയോട് ഞാൻ ആദ്യമേ ഒരു തവണ പറഞ്ഞതാണ്, ഹിരണ്യ എൻ്റെ പാസ്റ്റാണ്. അതിനെ ചൊല്ലി ഇവിടെ ഇനിയൊരു വാക്കും വേണ്ട. ചെറിയമ്മ ഇവരുടെ അമ്മായിയമ്മയല്ല. ഇവളെ പറയാനും സ്നേഹിക്കാനും അവകാശം എൻ്റെ അമ്മ ജാനകി അമ്മക്ക് മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ചെറിയമ്മക്ക് യാതൊരു പങ്കുമില്ല. രുദ്രൻ്റെ വാക്കുകൾ മുറിയിലെ അന്തരീക്ഷത്തെ തണുപ്പിച്ചു. ഇനി ഞാൻ പറയുന്നത് പോലെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുക. എന്താണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞോളാം. തന്നെ വീണ്ടും വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്ന പേടിയിൽ പ്രഭ പിന്നീടൊന്നും മിണ്ടിയില്ല. രുദ്രൻ മീരയെ ഒന്ന് നോക്കി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. എൻ്റെ വാക്ക് നിനക്ക് മനസ്സിലായില്ല. ഇപ്പോൾ കിട്ടിയതൊന്നും പോരാ അല്ലേ? മീരയുടെ കണ്ണീരണിഞ്ഞ് ചുവന്നു തൊടുത്ത മുഖത്തേക്ക് അവൻ നോക്കി നിന്ന് പോയി. അവളുടെ സൗന്ദര്യം അവൻ്റെ മനസ്സിൽ അല്പസമയത്തേക്ക് ചിന്തകളെ ഉണർത്തി. ഭക്ഷണം കഴിച്ച് നേരെ റൂമിൽ കിടക്കണം നീ. രുദ്രൻ അത്രയും പറഞ്ഞ് ഓഫീസിലേക്ക് പോകാനിറങ്ങി. തൻ്റെ ഓഫീസിലെ വലിയ മീറ്റിങ്ങുകൾക്കൊടുവിൽ ക്ഷീണിച്ചാണ് രുദ്രൻ വീട്ടിലേക്കെത്തിയത്. എന്നാൽ അവനേക്കാൾ കൂടുതൽ ക്ഷീണവും അസ്വസ്ഥതയും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസത്തേക്ക് മനസ്സിൽ നീറിപ്പുകഞ്ഞ ചില സത്യങ്ങളുടെ ഭാരം അവന് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഓഫീസിൽ നിന്നെത്തിയ രുദ്രൻ നേരെ കയറി വന്നു. സ്വീകരണ മുറിയിലുണ്ടായിരുന്ന ചെറിയമ്മയുടെ അടുത്തേക്കാണ്. അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ തന്നെ ചെറിയമ്മ അല്പം പരുങ്ങി. എന്താ രുദ്ര, മുഖത്തൊരു വല്ലാത്ത ഭാവം നിനക്ക്? ഓഫീസിൽ വല്ല പ്രശ്നവും ഉണ്ടായിരുന്നോ? ചെറിയമ്മ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. രുദ്രൻ ഒന്നും മിണ്ടിയില്ല. അവൻ തൻ്റെ കണ്ണട ഊരി മേശപ്പുറത്തേക്ക് വെച്ചു. എന്നിട്ട് തീക്ഷ്ണതമായൊരു നോട്ടം ചെറിയമ്മക്ക് നേരെ എറിഞ്ഞു. ഓഫീസിലെ പ്രശ്നമല്ല ചെറിയമ്മേ, എൻ്റേത് മാത്രമായി ചില സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നമാണിത്. അതിനെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചെറിയമ്മയുടെ മുഖം അല്പം വിളറി. എങ്കിലും അവൻ സ്വയം ശാന്തനാകാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ രുദ്ര നീ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. രുദ്രൻ ഒന്ന് ചിരിച്ചു. അത് കയ്പ് നിറഞ്ഞൊരു ചിരിയായിരുന്നു. മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കേണ്ട ചെറിയമ്മ. എല്ലാം എനിക്ക് മനസ്സിലായി. ഹിരണിയെയും എന്നെയും തമ്മിൽ അകറ്റിയത് ആരാണെന്ന്, അവളുടെ ജീവിതം തകർത്തത് ആരാണെന്നും എനിക്കിപ്പോൾ കൃത്യമായി അറിയാം. പെട്ടെന്ന് രുദ്രൻ്റെ ശബ്ദം ഉയർന്നു. അവൻ്റെ കണ്ണുകളിൽ കനലെരിഞ്ഞു. ഹിരണിയെ എനിക്ക് ജീവനായിരുന്നു ചെറിയമ്മേ. അവളെ ആ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കി അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് രാഹുലിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ അവൾക്ക് അനുമതി തന്നിട്ടില്ല. പക്ഷേ എന്തിനായിരുന്നു ചെറിയമ്മേ, എന്തിനാണ് രാഹുലിൻ്റെ അമ്മയ്ക്ക് നൽകാൻ 50 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചത്? ആ പണത്തിന് വേണ്ടി മാത്രം അവളെ രാഹുലിൻ്റെ കൈകളിൽ പിടിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതും നിങ്ങൾ തന്നെയല്ലേ? രുദ്ര, ഞാൻ പറഞ്ഞത് ഒന്നും പറയണ്ട ചെറിയമ്മേ. രുദ്രൻ അവരുടെ വാക്കുകളെ മുറിച്ചു. അവൻ്റെ ഉള്ളിലെ അമർഷം പുറത്തേക്ക് വന്നു. ഹിരണിയുടെ മനസ്സിൽ ഞാനല്ല, രാഹുലായിരുന്നു. അവൾക്കവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ ചെറിയമ്മയുടെ ഭീഷണിയും അച്ഛനെ അപായപ്പെടുത്തുമെന്ന അവളുടെ പേടിയും കൊണ്ടാണ് അവൾ അവൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറായത് തന്നെ. ഞാൻ അവളെ അത്രയധികം സ്നേഹിച്ചവളാണ്. എന്നിട്ടും അവൾ. പക്ഷേ അന്നത്തെ എൻ്റെ പിടിവാശിയും സംസാര രീതിയും അവളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. ആ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് അവൾ രാഹുലിൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ തുടങ്ങിയത്. അവളുടെ ആ നിമിഷങ്ങളെയാണ് ചെറിയമ്മ മുതലെടുത്തതും. രുദ്രൻ 2 കൈകളും തലയിൽ അമർത്തി പിടിച്ചു. അവൻ്റെ ശബ്ദതയിൽ വലിയൊരു വേദന നീലിച്ചിരുന്നു. നിവൃത്തികേട് കൊണ്ടാണ് മാത്രം രാഹുലിൻ്റെ കൂടെ ജീവിക്കുന്ന ആ പാവം പെൺകുട്ടിയുടെ ജീവിതമാണ് ചെറിയമ്മ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി തകർത്തത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ പക? എന്നെ ഇത്രയും കാലം അന്ധനാക്കി നിർത്തിയത് എന്തിനായിരുന്നു ഇതെല്ലാം? ചെറിയമ്മക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ നിശബ്ദനായി നിന്നു. സ്വീകരണ മുറി രുദ്രൻ ദേഷ്യം കൊണ്ട് നിറഞ്ഞ നിശബ്ദത മാത്രം അവിടെ അലയടിച്ചു. രുദ്രൻ കണ്ണുകൾ ചുവന്നു തുടുത്തു. അവൻ്റെ നെഞ്ചിടിപ്പുയർന്നു. ചെറിയമ്മക്ക് നേരെ അവൻ ഒന്നുകൂടി അടുത്തേക്ക് നടന്നു. എൻ്റെ ജീവിതം തകർത്തു കളയാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അതോ ഇന്ദ്രനീലത്തിൻ്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാനോ? രുദ്രൻ്റെ ചോദ്യം കേട്ട് ചെറിയമ്മ വിയർത്തു. അവർ മുഖം തിരിച്ചു നിന്ന് എന്തൊക്കെയോ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. രുദ്ര, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്തിനാണ് നിന്റെ ജീവിതം തകർക്കുന്നത്? നിന്റെ അച്ഛനോട് ചോദിച്ചാൽ അറിയാം ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം. പക്ഷേ ആ ന്യായീകരണം രുദ്രനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവൻ നിയന്ത്രണം വിട്ടു. ദേഷ്യം കൊണ്ട് വിറച്ചവൻ ചെറിയമ്മയുടെ കഴുത്തിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു.